അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലുബ്നാസ് ക്ലൗഡ്. ഇറ്റ്സ് മീ ലുബ്ന. ഇപ്പോൾ കുറച്ചായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പം ഇന്ന് നല്ലൊരു അടിപൊളി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. മറ്റൊന്നുമല്ല, ചെറിയൊരു ന്യൂ ബോൺ ഫോട്ടോഷൂട്ടിൻ്റെ ഒരു വീഡിയോ തന്നെയാണ്. ഒരുപാട് പേര് ഇപ്പോൾ പ്രഗ്നൻസി കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ പ്രഗ്നൻസിൻ്റെ റിലേറ്റഡ് വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ടൊക്കെ കമൻറ്റ് വരാറുണ്ട്, ഞാൻ കാണാറുണ്ട്. അപ്പം ഇത് ഞാൻ അന്ന് എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആയിരുന്നു. ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞിന് 28 ഡേയ്സ് ആയപ്പോഴാണ് ഈ ഒരു ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബെസ്റ്റ് ടൈം അവർ പറയുന്നത് ഒരു 5 to 15 ആ ഒരു ഡേയ്സാണ് കൂടുതലും അവർ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു എക്സാക്റ്റ് ക്യൂട്ട്നെസ്സൊക്കെ ബേബീസിൻ്റെ ഒക്കെ നമുക്ക് ക്യാപ്ചർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ എന്നാണ് അവർ പറയുന്നത്. പിന്നെ കുറച്ച് കാരണങ്ങൾ കൊണ്ടാണെങ്കിൽ 28th ഡേ ആയിട്ട് ആ ഒരു ഷൂട്ട് വന്നിട്ടുള്ളത്, കുറച്ച് ഡിലേ ആയിട്ട് വന്നത്. എന്നാലും കുറച്ച് നല്ല ഫോട്ടോസ് തന്നെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഫോട്ടോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് പലരും കണ്ടിട്ട്, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ടാവും. അപ്പം നമ്മളിപ്പം അവിടേക്കാണ് പോകുന്നത്. നമ്മുടെ ഫോട്ടോഷൂട്ട് ചെയ്യുന്ന അവരുടെ വീട്ടിലേക്കാണ് പോകുന്നത്. ഹസ്ബൻഡ് ഡെലിവറിൻ്റെ ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഹസ്ബൻഡ് ഉള്ള സമയത്ത് വീഡിയോ എടുക്കാമെന്നാണ് ഫോട്ടോ എടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അപ്പം പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം പിന്നെ ഹസ്ബൻഡ് പോയതിന് ശേഷമാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ സിസ്റ്ററും പിന്നെ എൻ്റെ കസിനുമാണ് ഞങ്ങളുടെ കൂടെ വന്നിട്ടുള്ളത്. പിന്നെ ഉമ്മയുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടെയാണ് പോകുന്നത്. അപ്പം ഞങ്ങൾക്ക് ഇവിടെ അടുത്തായിട്ടാണ് അവരുടെ വീട് വരുന്നത്. കൊടുവള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഇൻസ്റ്റാഗ്രാം പേജും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വേണ്ടവർക്ക് അവരെ ചെന്ന് കോൺടാക്ട് ചെയ്യാം. നല്ല അടിപൊളിയൊരു ഫോട്ടോഗ്രാഫറാണ് ന്യൂ ബോൺ ഫോട്ടോഷൂട്ട് ചെയ്യാൻ. അതുപോലെ മെറ്റേണിറ്റിയും അവർ ഇപ്പോൾ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അവരുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് നമ്മുടെ വീട്ടിൽ വന്നിട്ടും അവർ ചെയ്തു തരും. അതിന് എക്സ്ട്രാ ട്രാവലിംഗ് എക്സ്പെൻസ് കൊടുക്കണം. പിന്നെ അതല്ലെങ്കിൽ നമുക്ക് അവരുടെ വീട്ടിൽ പോയിട്ട് അവിടെ പോയിട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ഒരു ഓപ്ഷനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം പിന്നെ ഏകദേശം അടുത്ത് തന്നെയാണ് എൻ്റെ വീടിൻ്റെ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തത്. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് അവരുടെ വീട്ടിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അവരുടെ ഇൻസ്റ്റാഗ്രാം ലിങ്കും കാര്യങ്ങളൊക്കെ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിലും പിന്നെ പിൻ ചെയ്തിട്ട് കമൻറ്റിൽ കൊടുക്കാം. അപ്പം എല്ലാവരും ചെക്ക് ചെയ്തിട്ട് വേണ്ടവർക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാം. അവരുടെ വീട്ടിൽ തന്നെ ഇതുപോലെ ഒരു സ്റ്റുഡിയോ പോലെ ചെറുതായിരുന്നു സെറ്റ് ചെയ്തിട്ട് അവിടെ നിന്നാണ് അവരുടെ ഫോട്ടോസ് ചെയ്യുന്നത്. അപ്പം നല്ല രസമാണ് കുട്ടികളങ്ങനെ റാപ്പിങ്ങും ഒക്കെ ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കറിയാമല്ലോ, ന്യൂ ബോൺസിൻ്റെ ഒക്കെ ഫോട്ടോഷൂട്ട് ചെയ്യാന്ന് പറയുന്നത് നല്ല പേഷ്യൻസ് തന്നെ മെയിനായിട്ട് വേണം. അപ്പം അവരുടെ ഇതിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്, അതായത് മക്കളുടെ. അപ്പം 5 to 15 ഡേയ്സ് എന്ന് പറയുമ്പം ഏറ്റവും ബെസ്റ്റ് ടൈമാണെന്ന് പറയുന്നത് തന്നെ കുട്ടികൾ എപ്പോഴും ഉറങ്ങുമായിരിക്കുമല്ലോ. പിന്നെ അതുപോലെ തന്നെ കുറച്ചുകൂടി നല്ല ഫ്ലെക്സിബിൾ ആയിരിക്കും. കുറച്ച് വലുതാവുന്നതിനനുസരിച്ച് അത് കുറഞ്ഞു വരുമല്ലോ. അപ്പം അതുകൊണ്ടൊക്കെയാണ് അവർ അത് പ്രിഫർ ചെയ്യുന്നത്. കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പിന്നെ എന്തിനാ അങ്ങനെയൊക്കെ ഫോട്ടോസ് ചെയ്യുന്നതെന്നൊക്കെ. പക്ഷെ എനിക്ക് അഹദുവിൻ്റെ സമയത്ത് തന്നെ ഇങ്ങനെ ഫോട്ടോസ് ചെയ്യാനൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് കുറേ കാര്യങ്ങൾ കൊണ്ട് പറ്റിയില്ല. പിന്നെ ഇങ്ങനെയൊന്നും ഫോട്ടോസ് ചെയ്യുന്നത്
ആരൊക്കെ ചെയ്യാന്നുള്ളത് അറിയണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. ഇതിപ്പോൾ എൻ്റെ ഒരു കസിൻ വഴിയാണ് ഞാൻ ഇവരെ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ ഒക്കെ ഏകദേശം അടുത്തായിട്ട് തന്നെയാണ് കൊടുവള്ളി വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരാളുണ്ട് എന്നുള്ളതൊക്കെ കസിൻ വഴിയാണ് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് ഗാസിൻ്റെ പിക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് എടുക്കാൻ പറ്റും. നമുക്ക് കുറച്ച് കാലങ്ങളൊക്കെ കഴിയുന്ന ഒരു 10-20 വർഷമൊക്കെ കഴിയുമ്പോഴേക്കും ഇൻഷാ അല്ലാ ഇതൊക്കെ ഭയങ്കര ക്യൂട്ട്നെസ് തന്നെ ആയിരിക്കും. ഇങ്ങനെ നമുക്ക് ക്യാപ്ചർ ചെയ്ത് ഈ ഒരു സമയത്തുള്ള ക്യൂട്ട്നെസ് എന്ന് പറയുന്നത് അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ മക്കൾ തന്നെ അങ്ങനെ കാണുന്ന സമയത്ത് ഒരു പ്രത്യേക സന്തോഷം തന്നെ ആയിരിക്കും പിന്നീട്. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളെപ്പോലെ ആഗ്രഹിക്കുന്നവരുണ്ടാവുമല്ലോ പിന്നെ ഇതുപോലെ ഫോട്ടോസ് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. ചിലപ്പം ആഗ്രഹം ഉണ്ടാവും, പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന ആരാന്നറിയാത്തവരായിരിക്കും, ആരെക്കൊണ്ട് ചെയ്യിക്കുമെന്ന് അറിയാത്തവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പം അവരുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർക്ക് അവിടെ പോയിട്ട് കോൺടാക്ട് ചെയ്യാം. അങ്ങനെയാണ് ഞാനിവിടെ വീഡിയോ ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ജസ്റ്റ് കുറച്ച് മേക്കിംഗ് വീഡിയോസൊക്കെ എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ വീഡിയോ ലേറ്റ് ആയിപ്പോയി, സോറി ഫോർ ദാറ്റ്. അപ്പം വേണ്ടവരെന്തായാലും അവരായിട്ട് കോൺടാക്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം ഫാമിലി പിക്ക് അതുപോലെ സിബ്ലിങ്സിൻ്റെ പിക്ക് അങ്ങനെയൊക്കെ അവർ ചെയ്ത് തരും കേട്ടോ. പക്ഷേ എൻ്റെ മോന് മുമ്പേ ഇങ്ങനെ തന്നെയാണ്, ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അലർജി ഉള്ള ആളാണ്. അപ്പം ഇപ്പോഴും അവന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു പിക്ക് എടുക്കാൻ. അവർ കുറേ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ കുറേ എന്തൊക്കെയോ കാണിച്ചു നോക്കി, പക്ഷെ അവന് തീരെ കൂട്ടാക്കിയില്ല. പിന്നെ അവരിങ്ങനെ കുറച്ച് കച്ചറായപ്പം പിന്നെ അവർ ചോക്ലേറ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതുമായിട്ടൊക്കെ കളിക്കുകയാണ്. അവൻ്റെ ഒരു നല്ലൊരു പിക്ക് മോന് ചെറിയ ആളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരുപാട് പേര് കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, മോൻ്റെ പേര് ഇട്ടോ എന്താണെന്നൊക്കെ, ബോയ് ആണോ ഗേൾ ആണോ. അപ്പോൾ ബേബി ബോയ് ആണ്, പേരിട്ടിട്ടുണ്ട് ഗാസി ഉമർ സെയ്ഫ് എന്നാണ് പേര്. മൂത്ത ആളെ പേര് അഹദ് യസാൻ സെയ്ഫ് എന്നാണ്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പം എല്ലാവരും ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.